ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു പാർട്ട് 2 ആണ്. പാർട്ട് 1 2011 സെൻസസ്, ആ സെൻസസിലേക്ക് എത്തിയ കാര്യങ്ങൾ, സെൻസസിൻ്റെ ചരിത്രം, ബ്രിട്ടീഷ് കാലഘട്ടം മുതലുണ്ടായിട്ടുള്ള സെൻസസിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞു നിർത്തിയത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെൻസസിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 1 ലിങ്ക് കൂടെ അവൈലബിൾ ആണ്. അത് കാണുക, അത് കണ്ടിട്ട് ഇത് കാണുക. കണ്ടിന്യൂറ്റിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞിരുന്നു. വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് 2025. വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻ FPA പോപ്പുലേഷൻ ഫണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക, അതിന് പ്രകാരം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 8.2 ബില്യൺ ആണ്. ബില്യൺ എന്ന് പറയുമ്പോൾ 100 crores, 100 കോടിയാണ്. ഈ 8.2 ബില്യണിൽ നിയർലി 1.5 ബില്യൺ, നിയർലി 1.5 ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയാണ്. അതായത് ലോകത്തെ ആകെ മൊത്തമുള്ള ജനസംഖ്യ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 17 മുതൽ 18% വരെ ഇന്ത്യക്കാരാണ്. അതായത് നിങ്ങൾ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അതിൽ 6 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും എന്ന് നമുക്ക് പറയാം. അഭിമാനത്തോടെ പറയണോ എന്നുള്ളത് ഡിപ്പെൻസ്. ഈ പോപ്പുലേഷൻ എന്താണ് ചെയ്യുന്നത്? പ്രൊഡക്റ്റീവായിട്ടാണ് ഈ പോപ്പുലേഷൻ പോകുന്നതെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം. എന്നാൽ പ്രൊഡക്റ്റീവായിട്ടല്ല, വളരെ മോശം രീതിയിലേക്കാണ് ഈ പോപ്പുലേഷൻ പോകുന്നതെങ്കിൽ നമ്മൾ അത്ര അഭിമാനപ്പെടേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ ഒരു കോഡ് കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ICUയിൽ ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു, നീ ഇത് ബിഗ് ബോസിൽ റിപ്പോർട്ട് ചെയ്ത് മണി ഉണ്ടാക്കണം, ജപ്പാൻ പോകാം. എന്തായി കോഡ്? നമ്മുടെ ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 10 രാജ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 3 നിങ്ങൾ ഓർത്തിരിക്കണം. ICU, ഇന്ത്യ, ചൈന, USA. ഇൻഡോ പാക് യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ഈ ഇന്ത്യ അല്ല, ഇത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ ആദ്യത്തെ 5 രാജ്യങ്ങളായിരിക്കാണ് ഇന്ത്യ, ചൈന, USA, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. സോ ക്ലിയർലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ആദ്യത്തെ ഈ 5 രാജ്യങ്ങളിൽ ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ഇതെല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ്. സോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കാണാതെ പഠിക്കേണ്ട, അത് ഏഷ്യയാണ്. ഓക്കെ, റെഡി. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ എല്ലാ വർഷവും ജൂലൈ 11 സെലിബ്രേറ്റ് ചെയ്യുന്നു. ആരാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP. വളർന്നു വരുന്ന ജനസംഖ്യ, അത് ഉയർത്തുന്ന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ജനസംഖ്യയെ മാറ്റാം എന്നറിയാനായിട്ട് ഓരോ വർഷവും ജൂലൈ 11 നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 1990 എന്നാണ് ഈ ജൂലൈ 11 പ്രത്യേകത, അതുകൂടെ അറിഞ്ഞിരിക്കണം. 1987 ജൂലൈ 11 നമ്മൾ 5 ബില്യൺ ഡേ മാർക്ക് ചെയ്തത്. 5 ബില്യൺ ഡേ, അതായത് ലോക ജനസംഖ്യ 500 കോടി ടച്ച് ചെയ്ത, 5 ബില്യൺ ടച്ച് ചെയ്ത ദിവസമാണ് റഫ്ലി 1987 ജൂലൈ 11. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് എല്ലാ ജൂലൈ 11 1990 മുതൽ നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ജനസംഖ്യ കൂടുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ലോക ജനസംഖ്യയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 2030 ആകുമ്പോഴത്തേക്കും 8.5 ആകും, 2050 9.7 ബില്യൺ ആകും, 2100 അത് ഏകദേശം 10.9 ബില്യൺ ആകും. അതായത് 1000 കോടിയിൽ പരം വേൾഡ് പോപ്പുലേഷൻ മാറും. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിൻ്റെയൊക്കെ ഒരു ആവശ്യകത നമുക്ക് ഇതോടുകൂടെ മനസ്സിലാവുകയാണ്. വേൾഡ് പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ റിസോഴ്സുകളുടെ അവൈലബിലിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലാതെ വേറൊരു മാർഗം ഉണ്ടാവില്ല എന്നുള്ളതാണ്. യെസ്, ഇവിടുത്തെ ഒരു സ്റ്റാറ്റിക് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സെൻസസിലേക്ക് പോകാം. 2025 വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീം എന്താണ് നമ്മളോട് ചോദിക്കാം. തീം നോട്ട് ചെയ്യുക. എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വോണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. അപ്പോൾ യുവത്വത്തിൻ്റെ പുറത്താണ് ഈ ഒരു തീം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വീടും കുടുംബവുമായിട്ട് ഇൻ എ ഫെയർ വേൾഡ് ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്, പ്രതീക്ഷയോടെ ജീവിക്കുക എന്നുള്ള സാധനമാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്ലൈഡും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ ഇത് പറയാതെ പോയാലും കണ്ടിന്യൂറ്റി കിട്ടില്ല. 2011 സെൻസസിന്റെ മേജർ ഫൈൻഡിങ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 1.21 ബില്യൺ ആണ്. 2011 ആണ്. ഓക്കെ,
ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 17.7%. അതായത് 2001 വച്ച് നോക്കുമ്പോൾ 2011 ജനസംഖ്യ കൂടിയിട്ടുണ്ട്. ആ 10 വർഷത്തെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 17.7% എന്ന് പറയുമ്പോൾ റഫ്ലി 181 മില്യൺ പോപ്പുലേഷനെയാണ് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ. ക്ലിയർ? ഈ ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. നോട്ട് ചെയ്യുക. ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ 17.7 ആണ്. 1961 1971 കാലഘട്ടം അന്ന് ഇത് 24.80 ആണ്. അതായത് കഴിഞ്ഞ 100 വർഷ ചരിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 901 മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുള്ള, ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുള്ള ആ ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത് ഈ 1961-71 കാലഘട്ടമാണ്. അതിനുശേഷം അത് കാര്യമായിട്ട് ഡിക്ലൈൻ ചെയ്തു. ഇതിനുശേഷം ഇങ്ങനെ കുറഞ്ഞു വന്നു. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും. അതിനുശേഷം വി ക്യാൻ സീ എ സ്റ്റഡി ഡിക്ലൈൻ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയായിരുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. നിലവിൽ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റഫ്ലി ഇവിടെ തന്നെ പറഞ്ഞ കാര്യമാണ് 1.21 ബില്യൺ, അല്ലെങ്കിൽ മില്യണിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 വെച്ച് ഗുണിക്കുക 1210.19 മില്യൺ. ഇതിൽ ഏകദേശം 623 മില്യൺ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ 51.54% പുരുഷന്മാരാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 586.46 മില്യൺ, ഏകദേശം 48.46% ഫീമെയിൽസ് ആണ്. അതായത് ഇന്ത്യൻ ജനസംഖ്യയിൽ 250 അല്ല, മെയിൽ പോപ്പുലേഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വുമൻ റിസർവേഷൻ ബില്ല് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1/3 സീറ്റുകൾ, അതായത് 33.33 സീറ്റുകളാണ് ലോക്സഭയിലും MLA ഇലക്ഷനിലൊക്കെ അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലൊക്കെ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള റിസർവേഷൻ അവിടെ നടന്നിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം ആ ബില്ല് വന്നപ്പോൾ വന്നിരുന്നു. ഇതാണ് കാര്യം. 48.46% വനിതകൾ വരുമ്പോൾ അത്ര സീറ്റ് അവർക്ക് റിസർവ് ചെയ്ത് വെക്കണം. അത് നടന്നിട്ടില്ല. ഓക്കെ, അടുത്ത പോയിന്റ് വായിക്കുക. ബിറ്റ്വീൻ 2001 and 2011 there was an increase of 90.97 males and 90.99 females. സുഹൃത്തുക്കളെ, ഇന്ത്യൻ ജനസംഖ്യയിൽ മെയിൽ പോപ്പുലേഷൻ ഫീമെയിൽ പോപ്പുലേഷനേക്കാളും കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ഒരു ഡെക്കേഡ് നോക്കുമ്പോൾ 2001-2011 കാലഘട്ടത്തിൽ ആഡ് ചെയ്യപ്പെട്ട പുരുഷന്മാരെക്കാളും സ്ത്രീകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. ചെറിയൊരു നമ്പർ മാത്രം. പെർസെൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ പുരുഷന്മാരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആ ഒരു ഡെക്കേഡൽ ഗ്രോത്ത് 17.19 ആണെങ്കിൽ സ്ത്രീകളുടേത് ചെറുതായിട്ട് കൂടി 18.12. അപ്പോൾ ഒരു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് 2001-2011 സെൻസസ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങളോട് പറയാം ദ ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഫോർ ഫീമെയിൽ പോപ്പുലേഷൻ ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് മെയിൽ പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നമ്പേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഒരു എന്താ പറയുക, ആ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ, അതാണ് ഈ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നിലവിൽ 2011 ഇന്ത്യയിൽ പോപ്പുലേഷൻ ആർക്കാ കൂടുതൽ? മെയിൽ പോപ്പുലേഷനാണ് കൂടുതൽ. എന്നാൽ 2001-2011 കാലഘട്ടത്തിൽ ചേർക്കപ്പെട്ട പോപ്പുലേഷനിൽ, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിൽ, ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്തിൽ സ്ത്രീകളുടെ എണ്ണമായിരുന്നു കൂടുതൽ. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. 2001-2011 ഈസ് ദ ഫസ്റ്റ് ഡെക്കേഡ് except 1911-1921 which added lesser population compared to the previous decade. അതായത് 2001-2011 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 1911-1921 ശേഷം, അതായത് റഫ്ലി കഴിഞ്ഞ 100 വർഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 2001-2011 പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ ഡെക്കേഡിനെ വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ കുറച്ചേ ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കൺഫ്യൂസിങ് ആക്കുന്നില്ല, അബ്സല്യൂട്ട് നമ്പർ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് വെച്ചിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് NCERT ആണ് കേട്ടോ ഈ ചിത്രം, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അബ്സല്യൂട്ട് നമ്പർ വെച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി, 2001-2011 കാലഘട്ടം എത്ര പോപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ളത്? +181 അങ്ങനെയല്ലേ പോകുന്നത്, അല്ലേ? അതിന് തൊട്ട് മുന്നത്തേൽ 182 ആണ്. ഓക്കെ, തൊട്ട് മുന്നത്തേൽ 162 ആണ്, തൊട്ട് മുന്നത്തേൽ 135 ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കും. ഓരോ ഡെക്കേഡിലും ചേർക്കപ്പെട്ട പോപ്പുലേഷനിൽ നമുക്കൊരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കും.
എന്നാൽ 2001, 2011 ചേർക്കപ്പെട്ട പോപ്പുലേഷൻ അതിൻ്റെ തൊട്ടു മുന്നത്തെ വർഷം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ബാക്കി എല്ലാ തവണയും തൊട്ടു മുന്നത്തെ വർഷമല്ല കേട്ടോ, തൊട്ടു മുന്നത്തെ ഡിക്കേഡ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ബാക്കി എല്ലാ തവണയും തൊട്ടു മുന്നത്തെ ഡിക്കേഡുകളേക്കാൾ കൂടുതലാണ് നമ്പർ വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാത്തൊരു കേസ് നമ്മളിവിടെ പറഞ്ഞു 1911, 1921. ഒന്ന് നോക്കിയേ, 1911, 1921 കാലഘട്ടം നമുക്ക് എന്ത് മനസ്സിലാകും? ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ. സോ ഇന്ത്യയിൽ അബ്സല്യൂട്ട് നമ്പറിൽ നെഗറ്റീവ് വന്നിട്ടുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏക വർഷം, ഏക ഡിക്കേഡ് എന്ന് പറയുന്നത് 1911, 21 കാലഘട്ടമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എപ്പിഡമിക്കുകൾ, പകർച്ചവ്യാധികളും മാരകവ്യാധികൾ വന്നിട്ട് ആളുകൾ മരണപ്പെട്ടതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് ബ്രിട്ടീഷ് ഭരണമുള്ള കാലഘട്ടമാണെന്നും കൂടെ നിങ്ങൾ ഓർക്കുക. അതിനുശേഷം ബാക്കിയെല്ലാം പോസിറ്റീവ് നമ്പറാണ്. ഇപ്പോൾ 2001-11 പ്രത്യേകത എന്താണ്? തൊട്ടു മുന്നത്തെ ഡിക്കേഡിന് വെച്ച് നോക്കുമ്പോൾ 2001-11 കാലഘട്ടത്തിൽ ആഡ് ചെയ്ത പോപ്പുലേഷൻ കുറവാണ്. ആ ട്രെൻഡ് കഴിഞ്ഞ 100 വർഷത്തിൽ നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കും. ആ ട്രെൻഡിനെ മാറ്റിമറിക്കുന്ന ഏക വർഷം ഏതാണ്? 1911, 1921. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റെഫറൻസിന് വേണ്ടി ഈ ചിത്രം ഉപയോഗിക്കാം. ഇന്ത്യയിലെ അബ്സല്യൂട്ട് നമ്പർ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കുറവുള്ളത്, ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് ഏറ്റവും കൂടുതൽ, ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ എവിടെയൊക്കെ നെസസറി ആണോ അവിടെയൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, പ്ലസ് മാപ്പുകൾ, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. രണ്ടും ഉപയോഗിച്ചിട്ട് നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK സിംപ്ലിഫൈഡിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടും നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. നമുക്ക് 2011 പ്രധാനപ്പെട്ട ഫൈൻഡിങ്സിലേക്ക് വരാം. ആദ്യം തന്നെ ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോപ്പുലേഷൻ. നമുക്കറിയാം ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഏകദേശം 20 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഏകദേശം 20 കോടി ജനങ്ങളാണുള്ളത്. അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ചേർത്ത് വച്ചാൽ അതിൽ കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനുണ്ട്. അതാണ് ഉത്തർപ്രദേശ്, ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ രാജ്യസഭ MP-മാരുണ്ടാകും. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലോക്സഭ MP-മാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇലക്ഷനെ കാര്യമായിട്ട് നിർണ്ണയിക്കുന്ന, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളിൽ ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. ഏകദേശം 11 കോടി ജനങ്ങളുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ 3.5 കോടി ജനങ്ങളുള്ളത് എന്ന് നമുക്കറിയാം. ക്ലിയർ ആണോ? ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 5 സംസ്ഥാനങ്ങൾ നമ്മൾ ആ ഓർഡർ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 5 നമ്മൾ ഓർത്തിരിക്കണം: ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്യൂ ഒന്ന് നോക്കി. ഈ ക്യൂ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്നതാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ 830 സംതിങ് കോടി രൂപയ്ക്കാണ് മലയാളികൾ മദ്യപിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ അഭിമാനത്തോടെയാണ് അത് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ജില്ല കൊല്ലം, ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ കൊല്ലത്തെ ഔട്ട്ലെറ്റ്, ഇല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഔട്ട്ലെറ്റ് കരുനാഗപ്പള്ളി. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്രയും ഒരു ഗതികേടിലാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം ജനങ്ങൾ മദ്യപിച്ച് സർക്കാരിന് നേടിക്കൊടുക്കേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് നമ്മൾ സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മൾ പറയും, നമ്മൾ കുടിച്ചിട്ടല്ലേ അവർക്ക് കാശ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്യൂവിൽ നിന്നിട്ടുള്ളവർക്കറിയാം, ഇവിടെ നിൽക്കുന്ന ചേട്ടൻ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതായത് 947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നോക്കി നിന്ന ജനങ്ങളെക്കാൾ കൂടുതൽ പ്രതീക്ഷയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ, ഈ ചേട്ടന് ഇവിടെ നിന്നും ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുത്താൽ ഗാന്ധിജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിനേക്കാൾ കൂടുതൽ സ്നേഹം ഇദ്ദേഹത്തിനോടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, മദ്യം വാങ്ങിക്കൊടുക്കുന്നവർ മഹാന്മാരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനതയ്ക്ക് അല്ലേ, മദ്യം വാങ്ങിക്കൊടുക്കുന്നവർ മഹാന്മാരാണ്. അപ്പം നമ്മുടെ കോഡ് ഇതാണ്. ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഉത്തർപ്രദേശ് എന്നറിയല്ലോ. ഉത്തർപ്രദേശിലുള്ളവർ മഹാന്മാരാണ്. കാരണം എന്താ? അവരവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബീഹാറിക്കും തൊട്ടടുത്ത് കിടക്കുന്ന ബംഗാളിക്കും മദ്യം വാങ്ങിക്കൊടുക്കും. മദ്യം വാങ്ങിക്കൊടുക്കുന്നവരല്ലേ മഹാന്മാർ. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഉത്തർപ്രദേശ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഉത്തർപ്രദേശിലുള്ളവർ മഹാന്മാരാണ്. മഹാരാഷ്ട്ര സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ്. ഉത്തർപ്രദേശിന് അടുത്താരാ? ബീഹാറാണ്. ബീഹാറിന് അടുത്താരാണ്? താഴത്തേക്കല്ല കേട്ടോ, റൈറ്റ് സൈഡിലേക്ക്, ബംഗാളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശിലുള്ള മഹാന്മാരാകാൻ കാരണം അവർ അവരുടെ അടുത്ത് നിൽക്കുന്ന ബീഹാർ, ബംഗാളിക്കും മധ്യപ്രദേശ്.
വാങ്ങിക്കൊടുക്കും. 5 മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. കോഡ് ഒന്നുകൂടെ പറയുക. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ്. നമ്മൾ ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 5 സംസ്ഥാനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ 47.9% ജനസംഖ്യ ആ സംസ്ഥാനങ്ങളിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇതിൽ 5 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ നിയർലി 50% പോപ്പുലേഷൻ. പക്ഷേ ഇറ്റ് ഈസ് ലെസ് ദാൻ 50% എന്നുള്ളത് ഓർത്തിരിക്കുക. കാരണം അവർ പറയുകയാണ് 5 മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂട്ട്സ് ഫോർ മോർ ദാൻ 50% ഓഫ് ഇന്ത്യസ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലെസ് ദാൻ 50% ആണ് 47.9%. പക്ഷെ അതൊരു ചെറിയ നമ്പർ അല്ല. ഉത്തർപ്രദേശിലുള്ളവർ മഹാന്മാരാണ്. കാരണം അവർ ബീഹാറിക്കും ബംഗാളിക്കും മദ്യം വാങ്ങിക്കൊടുക്കും. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞത്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞത് എങ്ങും ഇല്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് ഈ സൈഡിൽ നേപ്പാൾ, ഈ സൈഡിൽ ഭൂട്ടാൻ, ഇവിടെ ചൈന, ടിബറ്റ്, ഇവിടെ നമ്മുടെ രാജ്യം, ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ഥലം. ഒരു സമയത്ത് ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ദോക്ലാം സ്റ്റാൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് വാർത്തയിലുണ്ടായിരുന്നു. ആ സ്ഥലമാണ് നമ്മുടെ സ്വന്തം സിക്കിം. വെറും 6 ലക്ഷത്തി ചില്ലാനും പോപ്പുലേഷനാണ് സിക്കിമിലുള്ളത്. 6 ലക്ഷം, 6.11 lakhs. ഫോളോഡ് ബൈ മിസോറാം 1 million. അതായത് ഒരു 10-11 ലക്ഷത്തിനിടയ്ക്കാണ് പോപ്പുലേഷൻ. 10-11 ലക്ഷമാണ് കേട്ടോ. ഉത്തർപ്രദേശ് നിങ്ങൾ മനസ്സിലാക്കണം 20 കോടിയാണ്. നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ജാതി ഡൈവേഴ്സിറ്റി ആണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ, നാഗാലാൻഡ്. 5ൽ 4 എവിടെയാണ്? നോർത്ത് ഈസ്റ്റിലാണ്. ഒരെണ്ണം മാത്രമേ വെടിയിലുള്ളൂ, ഗോവ. അത് ഓർത്തിരിക്കുക. ഗോവ എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ ചെറിയ സ്ഥലം. പോർച്ചുഗൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊച്ചിക്ക് ശേഷം അവരുടെ ക്യാപിറ്റൽ ഗോവയായിരുന്നു. യെസ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഏത് പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഗോവയെ ക്യാപ്ചർ ചെയ്തത്? ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനേറ്റ് ഓഫ് ബീജാപ്പൂരിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് ഏത് പോർച്ചുഗീസ് വൈസ്രോയിയാണ്? ഏത് വർഷമാണ്? അപ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ 4 നോർത്ത് ഈസ്റ്റിലാണ്. 1 മാത്രമാണ് വെളിയിലേക്ക് മെയിൻലാൻഡിലേക്ക് വരുന്നത്. അത് ഗോവയാണ്. അതിനും ഒരു കോഡുണ്ട്. ജനസംഖ്യ കുറവാണെന്ന് പറയുമ്പോൾ തിരക്കില്ലാത്ത സ്ഥലം എന്നല്ല അർത്ഥം. തിരക്കില്ലാത്ത സ്ഥലം. അപ്പോൾ തിരക്കില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ ട്രിപ്പ് പോവുകയാണ്. എന്താണ് അത്? സിമ്പിളാണ്. SI സിക്കിം, M മിസോറാം. സിമ്പിളാണ്. എന്താണ് ഹിന്ദിയിൽ പറയില്ലേ? അരേ ഗോ ടു നാഗാലാൻഡ്. അരേ ഗോ ടു നാഗാലാൻഡ്. ഇത് സിമ്പിളാണ്. പിന്നെ ഹിന്ദിക്കാരുടെ പ്രയോഗമാണ് അരേ ഗോ ടു നാഗാലാൻഡ്. സിമ്പിൾ SI സിക്കിം, M മിസോറാം, അരേ അരുണാചൽ, ഗോവ, ഗോ ടു നാഗാലാൻഡ്. പക്ഷെ നാഗാലാൻഡിൽ പോകാൻ, അല്ലെങ്കിൽ നാഗാലാൻഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് ആ ഫെസ്റ്റിവൽ എന്ന് പറയുക? നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആണോ അത്? അല്ലേ? നാഗാലാൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണെന്ന് പറയുക. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സിമ്പിൾ ആണ്. അരേ ഗോ ടു നാഗാലാൻഡ്. എന്തിനാ? ആ ഫെസ്റ്റിവൽ കാണാനായിട്ട്. അപ്പം നമുക്ക് സ്റ്റാറ്റിക് GK കൂടെ ലിങ്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിൽ മണിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഈ M എന്ന് പറയുന്നത് മണിപ്പൂരല്ല. ക്ലിയർ? അതുപോലെ മേഘാലയ ഉണ്ട്, അതുമല്ല. നമ്മുടെ ഉത്തരം എന്താണ്? മിസോറാം ആണ്. അപ്പോൾ സിമ്പിളാണ്. സിക്കിം, മിസോറാം, അരേ അരുണാചൽ പ്രദേശ്, ഗോവ, ഗോ ടു നാഗാലാൻഡ്. അതാണ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ. ക്ലിയർ ആണല്ലോ. അടുത്തത് പോപ്പുലേഷൻ്റെ ആ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കുക. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശ്, വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിം. ഇനി നമ്മളോട് എന്ത് വയ്ക്കാം? കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് വയ്ക്കാം. യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഏതാ? നമുക്കറിയാം, എല്ലായിടത്തു നിന്നുള്ള ആളുകൾ പോകുന്ന സ്ഥലം, ഇന്ത്യയുടെ തലസ്ഥാനം, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. UPSC കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ഓൾഡ് രാജേന്ദ്ര നഗറിലേക്ക് പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കുടിസ് മുറുക്കി മേടിക്കുന്ന വാടക എത്രയാണ്. കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഈ അടുത്ത് വെള്ളപ്പൊക്കത്തിൽ കുറച്ച് കുട്ടികൾ, മലയാളികൾ ഉൾപ്പെടെ മരിച്ച വാർത്തയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഡൽഹിയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ വാർത്തയിലുണ്ടായിരുന്നു. നമ്മളത് കാണും. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, ഡൽഹിയാണ് ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ അതേതാണ്? നമ്മുടെ കേരളത്തിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപുകളുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ലക്ഷദ്വീപുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാലും വീണ്ടും ഒരുപാട് സ്ഥലം ബാക്കി ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കുക,
സ്റ്റേറ്റ്സിൽ ഏറ്റവും പോപ്പുലേറ്റഡ് ഉത്തർപ്രദേശ്, കോഡ് ഓർക്കണം, മഹാന്മാരാണ്, ബീഹാറിക്കും ബംഗാളിക്കും മദ്യം മേടിച്ചു കൊടുക്കും. ഏറ്റവും കുറവ് സിക്കിമാണ്. സിമ്പിൾ ആണ്. എന്താണ്? അരേ ഗോ ടു നാഗാലാൻഡ്. പിന്നെ യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടിയത് ഡൽഹിയാണ്, ഏറ്റവും കുറവ് ലക്ഷദ്വീപാണ്. ഈ യൂണിയൻ ടെറിട്ടറിയിൽ 3 യൂണിയൻ ടെറിട്ടറികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് MLAമാരും മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ആ 3 യൂണിയൻ ടെറിട്ടറികൾ ഏതൊക്കെയാണ്, അതിൻ്റെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം. മുഖ്യമന്ത്രിമാർ അവരുടെ പാർട്ടി കൂടെ പറയണം. കാരണം ആ സാധാരണ നമുക്ക് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിമാർ അവരുടെ പാർട്ടി അവരുടെ മണ്ഡലവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയാവുന്നവർക്ക് അത് പറയാം, ഇല്ലാത്തവർക്ക് മുഖ്യമന്ത്രിമാരും അവരുടെ പാർട്ടിയും ഏതാണെന്ന് പറയാം. ഓക്കെ, ഹോംവർക്കാണ് കേട്ടോ. വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അടുത്തത് പോപ്പുലേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കാം. പോപ്പുലേഷൻ്റെ വളർച്ച, ജനസംഖ്യയുടെ വളർച്ച, അതായത് 2001-2011 കാലഘട്ടത്തെ ആ ഒരു 10 വർഷത്തെ ഡെക്കേഡൽ ഗ്രോത്ത് നമുക്ക് കാണാം. മനസ്സിലാക്കുക, മേഘാലയ ഹാസ് ദ ഹയസ്റ്റ് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്. 2001-2011 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഓവറോൾ ഇന്ത്യ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, 17.7%. മേഘാലയയുടേത് 27.8%. 27.8%. നോർത്ത് ഈസ്റ്റിൽ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്ന ഒരു സ്ഥലമാണ് മേഘാലയ. ഖാരോ, കാസി, ജെയിൻറ്റിയ കുന്നുകളുള്ള, ട്രൈബുകളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ കൂടിയെന്ന് വിചാരിച്ചാൽ മതി. 27.8, അതായത് നാഷണൽ ഗ്രോത്ത് റേറ്റിനേക്കാൾ 10% പോയിന്റ് കൂടുതലാണ് മേഘാലയയുടേത്. ക്ലിയർ? If we compare all states and union territories, then the highest decadal growth rate is registered by Dadra Nagar Haveli. എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ യൂണിയൻ ടെറിട്ടറീസിനെ എടുത്തു കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ദാദ്ര നഗർ ഹവേലിയുടെ ആ ഒരു ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 55.9% ആണ്. ഇവിടെ 50%-ലധികം വളർച്ചയാണ്. ഇതേപോലെ ദാമൻ ആൻഡ് ദിയു, ഈ ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി ഇപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഈ ദാമൻ ആൻഡ് ദിയുവിനും 50%-ലധികം ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ പറയാം. 50% ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് ജനസംഖ്യ ഇങ്ങനെ നമ്മൾ പ്രത്യുൽപാദനം നടത്തി കൂട്ടി വരുന്നതല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൈഗ്രേഷനാണ്. അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ സിറ്റികൾ തുടങ്ങുന്നതും ജനങ്ങൾ ജോലിക്കായിട്ട് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ അവിടുത്തെ ജനസംഖ്യ കൂടുന്നതുമാണ് കാരണം കേട്ടോ. അല്ലാതെ പ്രത്യുൽപാദനമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം. ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ദാദ്ര നഗർ ഹവേലി. ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളത്. യെസ്, സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത്രയും ഗ്രോത്ത് ഉള്ള സംസ്ഥാനങ്ങളില്ല. ഇനി ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മേഘാലയ, ഓവറോൾ ഏറ്റവും കൂടുതലുള്ളത് ദാദ്ര നഗർ ഹവേലി. ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ചോദിച്ചാലും ദാദ്ര നഗർ ഹവേലി. ഏറ്റവും കുറവുള്ളത് നോട്ട് ചെയ്യുക, അത് നാഗാലാൻഡാണ് സുഹൃത്തെ. നാഗാലാൻഡിൻ്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, -0.6 ആണ്. നെട്ടരുത്, -0.6%. വളരെ കുറവുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഓക്കെ, 4.9% ഡബിൾ ഡിജിറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോഴാണ് നോർത്ത് ഈസ്റ്റിലെ ഒരു സംസ്ഥാനത്ത്, ഏതാണ്, നാഗാലാൻഡിൽ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, നാഗം എന്ന് പറയുമ്പോൾ പാമ്പല്ലേ, അപ്പോൾ പാമ്പ് കടിച്ച ആളുകളെല്ലാം മരിച്ചുപോയി എന്ന് വിചാരിച്ചാൽ മതി. അതല്ലാത്ത കാരണം, അതൊരു കോഡ് മാത്രമാണ്. പാമ്പ് കടിച്ച ആളുകൾ മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ യൂണിയൻ ടെറിട്ടറികളിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഉള്ള ഏക സംസ്ഥാനം നാഗാലാൻഡാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2011 ഈ വാർത്ത നിങ്ങളെ കാണിക്കേണ്ടി വരും. 2011 ഹിന്ദുവിൽ വന്നൊരു വാർത്തയാണ്. നാഗാലാൻഡ് റെക്കോർഡ്സ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഈ വാർത്തയിൽ പറയുന്നത് ഇവിടെ 0.4 എന്നാണ്, അത് തെറ്റാണ്. 0.6 ആണ്, -0.6. ഇതിലവർ പറയുന്നത് ഡേറ്റ ഇനാക്യുറേറ്റ് ആണ്. 2001 ഡേറ്റ ഇനാക്യുറേറ്റ് ആണ്. കാര്യമായിട്ട് ജനസംഖ്യയിൽ ഒരു ഇടിവ് ഉണ്ടായിട്ടില്ല. കൂടുതൽ പോപ്പുലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് കാണിച്ച് ആളുകൾ കൂടുതൽ നമ്പർ പറഞ്ഞു. പിന്നെ ചെറിയ രീതിയിൽ മൈഗ്രേഷൻ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊരു ഗ്രോത്ത് റേറ്റിന് ഡിക്ലൈൻ ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2011 കാലഘട്ടത്തിലെ ഡേറ്റയെ നാഗാലാൻഡിലെ പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദർ ഈസ് ഇനാക്യുറസി എന്നാണ് പറയുന്നത്. എന്നാലും മനസ്സിലാക്കുക, ആസ് പെർ 2011 സെൻസസ് ദ ഓൺലി സ്റ്റേറ്റ് ടു റെക്കോർഡ് എ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ വാസ് നാഗാലാൻഡ്. ഓക്കെ, -0.6. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട്. അവരുടെ ഗ്രോത്ത് റേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളുടെ 7 + 1 8 സിക്കിം സിസ്റ്റർ സ്റ്റേറ്റ്സ് ആണല്ലോ, ഇവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പല സ്ഥലങ്ങളിലും ഡബിൾ ഡിജിറ്റ് ആണ്.
ഇവിടെ നാഗാലാൻഡിൽ, എവിടെ പോയി നാഗാലാൻഡ്, നാഗാലാൻഡിൽ മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി മൂപ്പരുടെ അടുത്ത് കിടക്കുന്നവർക്കൊക്കെ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ പ്രോബബ്ലി അവിടെ മാത്രം ഒരു അസുഖം വന്ന ആളുകൾ മരിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന പോലെ ഡേറ്റ ഇനാക്യുറസി ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നാഗം പാമ്പ് കടിച്ചു, ആളുകൾ മരിച്ചു, നെഗറ്റീവായി നാഗാലാൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മേഘാലയ 27.9, അരുണാചലിൽ വരെ 26 ഉണ്ട്. ബീഹാർ പിന്നെ നമ്മൾ പറയണ്ട 25, മിസോറാം 23, ദാദ്ര നഗർ ഹവേലി 55, ദാമൻ ആൻഡ് ദിയു 53. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. ഏറ്റവും കുറവുള്ളത് നാഗാലാൻഡ്, പിന്നെ കേരളമാണ്. എന്താ പറയുന്നത്, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് പോകാം. പോകുന്നതിന് മുൻപ് നമ്മുടെ SSCയുടെ റെഗുലർ ഓൺലൈൻ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ CGL ടയർ 1 പരീക്ഷയൊക്കെ നടക്കുകയാണ്. നിങ്ങൾക്കറിയാം സൈലത്തിൻ്റെ SSC ക്ലാസ്സുകളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഓൺലൈൻ എടുത്ത് ഒരു വർഷം റെഗുലറായിട്ട് ഇത് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ സെപ്റ്റംബർ 25 ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, സെപ്റ്റംബർ 25 ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാറ്റഗറി SSC ആക്കി അതിൽ നിന്ന് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തോളം ക്ലാസ്സുകൾ വരുന്ന, വാലിഡിറ്റി വരുന്ന ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5999 രൂപയാണ്. 500-ലധികം ലൈവ് അവേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 6 മാസത്തോളധികം ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ, 2-3 മണിക്കൂർ ഒരു ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. ആദ്യമൊക്കെ 2 മണിക്കൂറായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. GK-ലേക്ക് വരുമ്പോൾ NCERT എങ്ങനെ ചെയ്യണം, POK എങ്ങനെ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം സമയം നമുക്കുണ്ടാകും. അങ്ങനെ ആഴ്ചയിൽ 5-6 ദിവസമായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. 7ാമത്തെ ദിവസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, പ്ലസ് പാരലി എക്സ്ട്രാ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ടുവേർഡ്സ് ദ എൻഡ് റിവിഷനൊക്കെ വരുമ്പോഴത്തേക്ക് ക്ലാസ്സുകളുടെ എണ്ണമൊക്കെ സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ SSCക്ക് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും റിലേ ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ചായിരിക്കും ഇത്. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മുടെ ടീമിനെ നയിക്കുന്നത് ജെറിമാഷായിരിക്കും. ബാക്കി നമ്മളെല്ലാവരും അതത് സബ്ജക്റ്റുകളുമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, യെസ്. ഇനി SSC RRB പരീക്ഷകളെ സംബന്ധിക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾക്കിതാ ഈ കാണുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് സൈലം SSC RRBയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അവൈലബിൾ ആയിരിക്കും. പരീക്ഷയെ സംബന്ധിക്കുന്ന അപ്ഡേറ്റുകൾ, നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന മാരത്തോണൊക്കെ എപ്പോഴാണ് തുടങ്ങിയ അപ്ഡേറ്റുകൾ, ഡെയിലി പോളുകൾ, ക്വിസുകളെല്ലാം നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇനി GK റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ GK സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, GK സിംപ്ലിഫൈഡ്. അപ്പോൾ GK റിലേറ്റഡ് ആയിട്ടുള്ള പോളുകൾ, ക്വിസുകൾ, കാര്യങ്ങൾ, അതുപോലെ ഈ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ നോട്ടുകളൊക്കെ, എക്സ്ട്രാ പോയിന്റുകളെല്ലാം GK സിംപ്ലിഫൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF-ഉം GK സിംപ്ലിഫൈഡിൽ അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്താണ് ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോൾ സുഹൃത്തെ, ഓരോ ഡൈമെൻഷൻ എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഒരു 25 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ SSC RRB പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള റിപ്പീറ്റ് വാല്യുള്ള 25 ചോദ്യങ്ങൾ. 2 വീഡിയോയും കണ്ട് ആ 25 ചോദ്യം കൂടെ സോൾവ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാമുള്ളൂ. ഓക്കെ, യെസ്. എന്താണ് ജനസാന്ദ്രത? വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡിഫൈൻഡ് ഏരിയ. ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനകത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം. യൂഷ്വലി പർട്ടിക്കുലർ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. അതായത് ഒരു കിലോമീറ്റർ സ്ക്വയറിനകത്ത് എത്ര ആളുകളാണ് താമസിക്കുന്നത്. അതാണ് യൂഷ്വലി ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 ജനങ്ങൾ താമസിക്കുന്നുണ്ട്. സുഹൃത്തെ, 2001 വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ 2011 കൂടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 17.7% ഡെക്കേഡൽ ഗ്രോത്ത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും കൂടി കാണില്ലേ. അപ്പോൾ 2001 പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെറും 325 ആയിരുന്നു. അത് 382 ഇനി വീണ്ടും പോപ്പുലേഷൻ കൂടും. ഇന്ത്യയുടെ ടെറിട്ടറി കൂടുന്നില്ല. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ക്ലിയർ? യെസ്. ബീഹാർ
നമ്മൾ ഇന്ത്യയുടെ മാപ്പ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഗ ഒഴുകുന്ന വഴി, ഈ ഗംഗ ഒഴുകുന്ന വഴിക്കാണ് പണ്ട് കാലത്ത് 16 മഹാജനപദങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യങ്ങളാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് ഏറ്റവും കൂടുതൽ മഹാജനപദങ്ങൾ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്. അത്രയും ഫെർട്ടൈലാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇന്നും ഗംഗ ഒഴുകുന്ന വഴിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. അതിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് 3-4 സംസ്ഥാനങ്ങളുടെ വലിപ്പമുള്ള ഒരു സ്ഥലമാണ്. അവിടെ 20 കോടി പോപ്പുലേഷൻ സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ബീഹാർ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഈ ബീഹാറിൻ്റെ ഒരു കഷ്ണമാണ് ജാർഖണ്ഡായിട്ട് മാറിക്കിടക്കുന്നത്. ബീഹാറിന്റെ വലിപ്പം വീണ്ടും കുറഞ്ഞു. ഉത്തരാഞ്ചൽ പോയി ഉത്തരാഖണ്ഡായിട്ടും ഉത്തർപ്രദേശ് ഇപ്പോഴും വലിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിനാണ് പോപ്പുലേഷൻ കൂടുതലെങ്കിലും വലിപ്പം കുറഞ്ഞ ബീഹാറിനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ. എത്രയാ? 1106. ഇന്ത്യയുടെ ആവറേജിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 ജനങ്ങൾ താമസിക്കുമ്പോൾ ബീഹാറിൽ താമസിക്കുന്നത് 1106 പേരാണ്. 2001 സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഗംഗ ഒഴുകുന്ന വഴിക്കുള്ള വെസ്റ്റ് ബംഗാളായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അത് ജസ്റ്റ് ബീഹാറിന് കൊടുത്തു. 2011 ബീഹാറാണ്. സോ ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത് വെസ്റ്റ് ബംഗാളാണ്. 2001 1ാം സ്ഥാനത്തുള്ളത് അവരായിരുന്നു. ചിലപ്പോൾ അടുത്തൊരു സെൻസസ് വരുമ്പോൾ 2026-27 ഫൈനൽ സെൻസസ് വരില്ലേ, അപ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കും കോമ്പറ്റീഷനിൽ ഗപ്പ ബീഹാർ വെസ്റ്റ് ബംഗാളിന് കൊടുത്തു എന്നുള്ളത്. ക്ലിയർ? ഇവരുടെ അടുത്ത് കിടക്കുന്ന വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും കിഴക്കേ അറ്റത്ത് കിടക്കുന്ന, എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലമാണത്. അവിടുത്തെ ജിയോഗ്രഫി, ആ ഒരു ലാൻഡിൻ്റെ നേച്ചർ, അതുകൊണ്ട് തന്നെ പോപ്പുലേഷനിലുള്ള കുറവ്, അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലുള്ള കുറവ്, ഇതൊക്കെ നമുക്ക് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. മാത്രമല്ല നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടെയാണ് അരുണാചൽ. അസ്സാമൊക്കെ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അസ്സാമിൽ ഹൈലി പോപ്പുലേറ്റഡ് ആണ്, ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അരുണാചൽ അങ്ങനെയല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മുടെ മേഘാലയ, മിസോറാം അല്ലെങ്കിൽ നാഗാലാൻഡ്, മണിപ്പൂറൊക്കെ വെച്ച് നോക്കുമ്പോൾ അരുണാചലിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഹെൻസ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. വലിപ്പം കൂടുതൽ, പോപ്പുലേഷൻ കുറവാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. എത്രയാണ് വരുന്നത്? വെറും 17 വരുന്നത്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 17 ജനങ്ങൾ. നിങ്ങൾ അവിടെയൊക്കെ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടുകൊണ്ടൊക്കെ നമ്മുടെ ഒരു വീട് കഴിഞ്ഞ് ഒരു 100 മീറ്റർ കഴിഞ്ഞ് മറ്റൊരു വീട്, ആ ഒരു ഏർപ്പാടുണ്ടല്ലോ. നമ്മൾ ടയർ 1 സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭിത്തി തന്നെയാണ് മറ്റൊരു വീടിൻ്റെ ഭിത്തി. അത്രയും സ്ഥലം കുറവാണ്. അരുണാചലിൽ പോയി കഴിഞ്ഞാൽ ഹായ് പറയാൻ ആളെ കിട്ടാനും പാടാണ്. സിറ്റിയിൽ ഒഴികേട്ടോ. ആ സിറ്റിയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ റൂറൽ പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ. കാരണം അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെറും 17. ക്ലിയർ? അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് ബീഹാർ, ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശ്. യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയായിരിക്കും? എല്ലാവരും UPSC പഠിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഓൾഡ് രാജൻ നഗറിൽ പോയി ഡൽഹിയിൽ 11,320. സുഹൃത്തെ, ഇന്ത്യയുടെ ആവറേജ് 382. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ടുള്ള ബീഹാറിൽ 1106. ഡൽഹിയിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്നത് 11,320 പേരാണ്. ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എമംഗ് യൂണിയൻ ടെറിട്ടറീസ്. ഏറ്റവും കുറവ് എവിടെയായിരിക്കും? നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ 46. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ 46. അപ്പോൾ ഇങ്ങേ സൈഡിൽ കിടക്കുന്നു. പോപ്പുലേഷൻ ഏറ്റവും കുറവ് കേരളത്തിൻ്റെ ഇങ്ങേ സൈഡിൽ കിടക്കുന്ന നമ്മുടെ അറബിക്കടലിൽ കിടക്കുന്ന ലക്ഷദ്വീപിനാണ്. അങ്ങേ സൈഡിൽ കിടക്കുന്ന ബേ ഓഫ് ബംഗാളിൽ കിടക്കുന്ന ആൻഡമാനിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവ്, 46. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഒരു ഇമാജിനേഷനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഓർത്ത് വയ്ക്കുക. എല്ലാം കാണാപ്പാടും പഠിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇനി അതിൻ്റെ ഒരു റിവിഷന് വേണ്ടി, റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ 2015 നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 11,320 ഡൽഹി, 9,258 ചണ്ഡീഗഡ്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പൊതുവെ കൂടിയ യൂണിയൻ ടെറിട്ടറീസ് ആണിത്. പിന്നെ 2,191 ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഇതൊക്കെ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് 1106 ബീഹാർ. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും 860. അപ്പോൾ അത്ര കുറവുമല്ല, എന്നാൽ ബീഹാർ പോലെ അത്ര കൂടുതലുമല്ല. പക്ഷേ വീണ്ടും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച്, സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി കൂടാത്തതിനനുസരിച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പോപ്പുലേഷൻ കൺട്രോൾ ആവശ്യമാണ് എന്നുള്ളത് ഈ ഫിഗർ നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്തതാണ് സെക്സ് റേഷ്യോ. അപ്പോൾ എന്താണ് സെക്സ് റേഷ്യോ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സെക്സ് റേഷ്യോ? ഒന്നുമില്ല. നിങ്ങൾ ജോലിയൊക്കെ മേടിച്ചിട്ട് കല്യാണം കഴിക്കാൻ, ചില ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് ജോലി മേടിക്കാൻ വന്നു നിൽക്കുമ്പോൾ സാർ കല്യാണം കഴിക്കാൻ ജോലി അത്യാവശ്യമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിയമപരമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ.
സെയിം സെക്സ് മാരേജ് ഒക്കെ ഉണ്ട്. അല്ല, നിങ്ങൾ സ്ട്രെയിറ്റ് ആണ്, നിങ്ങൾ പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്രയും പെൺകുട്ടികളുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ചില സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്, ഹരിയാന പഞ്ചാബ് ഭാഗത്തുള്ളൊരു പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു. എന്താണ് ഹരിയാന പഞ്ചാബ് ഭാഗത്തുള്ളവർ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള കാരണം അവിടെ പെൺകുട്ടികൾ കുറവാണ്, അവിടെ സെക്സ് റേഷ്യോ കുറവാണ്. വായിച്ചു നോക്കുക. സെക്സ് റേഷ്യോ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 males in a given area at a specified time period. 1000 പുരുഷന്മാർക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ എത്ര സ്ത്രീകളാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാൽ ഇന്ത്യയുടെ ഓവറോൾ സെക്സ് റേഷ്യോ 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പോൾ 1000 പുരുഷന്മാർക്ക് 1000 സ്ത്രീകളില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചോളൂ. ഓക്കെ, 943. എന്നാൽ അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 സെക്സ് റേഷ്യോ 933 ആയിരുന്നു. അതിൽ നിന്നും ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. കമ്പയർഡ് ടു 2001 ദ സെക്സ് റേഷ്യോ ഇംപ്രൂവ്ഡ് ബൈ 10 points. പറഞ്ഞൂടെ? 33 നിന്ന് 43ലേക്കായി. ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളം 1084ആണ്. അതായത് പോസിറ്റീവ് വാല്യൂ ഉള്ള, പോസിറ്റീവ് സെക്സ് റേഷ്യോ ഉള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ കേരളത്തിലുണ്ട്. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഹരിയാന. നമ്മൾ പറഞ്ഞു നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 943 ആണ്. അതിലും കുറവാണ് ഹരിയാനയിൽ 879. 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിഡ്നാപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലാവുമല്ലോ. നമ്മുടെ അയൽപക്കത്ത് കിടക്കുന്ന, നമ്മുടെ 3 സംസ്ഥാനങ്ങളായി കിടക്കുന്ന ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി, ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായി കിടക്കുന്ന നമ്മുടെ മാഹിയൊക്കെ വരുന്നത്, അതാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന് പോസിറ്റീവായിട്ടുള്ള സെക്സ് റേഷ്യോ വരുമ്പോൾ മാഹിയിലും അതുണ്ടാകും, അതുകൊണ്ട് പുതുച്ചേരിയിൽ ഉണ്ടാകും എന്ന് ഓർത്തിരിക്കാം. യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ, ഏറ്റവും കൂടുതൽ, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറി നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പുതുച്ചേരി 1037ആണ്. കേരളത്തിനേക്കാളും കുറവാണ് കേട്ടോ, 1037ആണ്. യൂണിയൻ ടെറിട്ടറി വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏറ്റവും കുറവ് എവിടെയാണ്? അത് ദാമൻ ആൻഡ് ദിയുവിലാണ്, 618 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്പറിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു സമയത്ത് ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കൂടി നിന്ന സ്ഥലങ്ങളാണിത്. ഈ ഒരു റേറ്റ് ഇമ്പ്രൂവ് ആകാനുള്ള കാരണം പല പല ഗവൺമെൻറ് സ്കീമുകൾ വരുന്നുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള സ്കീമുകളൊക്കെ കുറേ കൂടെ സക്സസ്ഫുള്ളായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ മുഖം ചുളിയാതെ ആ ഇമോഷനോടെ ആ കുട്ടീനെ സ്വീകരിച്ച്, അപ്പോൾ അതിന് വേണ്ട ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും വീണ്ടും 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 കൂടും. അതേപോലെ ഭ്രൂണഹത്യ നിരോധനം, ഈ അടുത്ത ഒരു മാരത്തോണിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇല്ലീഗലായിട്ട് പെൺകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന, ചോരക്കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് റേഷ്യോ വീണ്ടും ഫേവറബിൾ ആയിട്ട് വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ഓവറോൾ സെക്സ് റേഷ്യോ നോക്കുമ്പോൾ ഇതിൻ്റെതായ ഒരു വേരിയേഷൻ കാണാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 930 വരെയൊക്കെ താന്നിട്ടുണ്ട്. അപ്പോൾ 961 ശേഷം, കൃത്യമായി പറഞ്ഞാൽ 971 ശേഷം ഈ നമ്പർ ഇടയ്ക്കൊന്ന് കുറഞ്ഞു എന്നല്ലാതെ പോസിറ്റീവായിട്ട് കൂടുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷത്തിൽ ഈ നമ്പർ ഫേവറബിൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 943. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അതിന് വേണ്ട ആ ഒരു എഗെയിൻ ഓരോന്നിനും ഞാൻ നമ്പർ വരുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തി ആയി, എല്ലാത്തിനും പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് മേഘാലയയിൽ എത്രയാണ് ഈ നമ്പർ, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 1000-ന് മുകളിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. 1037 പുതുച്ചേരി, 1084 കേരളം. പിന്നെ നിങ്ങൾ നോക്കുക 1000-ന് മുകളിലുള്ളത് നമുക്ക് കാണാനില്ല. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. എന്നാൽ അർബൻ പോപ്പുലേഷനിൽ 1000-ന് മുകളിൽ നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ റൂറലി കുറവാണ്, അതുകൊണ്ട് ഓവറോൾ കുറവാണ്. 950, 980, 990 പ്ലസ് ഒക്കെ കുറേ 990 പ്ലസ് അല്ല കേട്ടോ, അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിപ്പോയി. 970 പ്ലസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ്, ഏറ്റവും കുറവുള്ള യൂണിയൻ ടെറിട്ടറി നമ്മൾ പറഞ്ഞു. അത് ഒരു ഫിഗറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. സൗത്ത് ഇന്ത്യയുടെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. നോർത്ത് ഈസ്റ്റിലെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഈ ഭാഗത്ത് പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഭയങ്കര ശോകമാണ് നോർത്തിൽ, പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന ഭാഗത്ത്. ക്ലിയർ? ആ മാപ്പിൽ ആ ഒരു ഗ്രീൻ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്കറിയാം സെക്സ് റേഷ്യോ കുറഞ്ഞു വരികയാണ്, പെൺകുട്ടികൾക്ക് ഫേവറബിൾ അല്ല. റെഡി?
അടുത്താണ് ലിറ്ററസി റേറ്റ്, സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത വെന്തർക്ക വച്ച് എന്ന സന്ദേശം സിനിമയിൽ പറഞ്ഞുകൊണ്ട് നമ്മളതാരും തെറ്റിക്കില്ല. എന്നാലും നിങ്ങൾക്ക് സംശയം വരുന്നൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കേരളമാണോ മിസോറാമാണോ വലുതെന്ന് എല്ലാവർക്കും സംശയമാണ്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ലിറ്ററസി റേറ്റ്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സുഹൃത്തെ, 2011 സെൻസസ് പ്രകാരം നിങ്ങൾ 7 വയസ്സോ അതിന് മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ, PYQ ആണ്, 7 വയസ്സോ അതിന് മുകളിലുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ മനസ്സിലാക്കി ബോധത്തോടെ വായിക്കാനും എഴുതാനും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലിറ്ററേറ്റ് ആണ്. അതായത് നിങ്ങളുടെ മാതൃഭാഷയാകട്ടെ ഏത് ഭാഷയാകട്ടെ, നിങ്ങൾ 7 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്, വായിച്ചതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കുന്നുണ്ട്, ദെൻ യു ആർ കൺസിഡേർഡ് എ ലിറ്ററേറ്റ്. എന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും പക്ഷെ എഴുതാൻ പറ്റില്ല, അപ്പം നിങ്ങൾ ലിറ്ററേറ്റ് അല്ല. ഇത് സെൻസസിൻ്റെ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള ഡെഫിനിഷനാണ്, ഞാൻ തന്നിട്ടുള്ളതല്ല. അപ്പോൾ അത്രയും സിമ്പിളാണ് ഇന്ത്യയിൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം നേടാനായിട്ട്. എന്നാലും നമ്മൾ തമാശയ്ക്കൊക്കെ നോർത്തിലേക്കൊക്കെ ഉള്ള പല സ്കൂളുകളിൽ ടീച്ചർമാർ തന്നെ ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർ തെറ്റിച്ച വായിക്കുന്നത്. അതായത് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ദേ കനോട്ട് റീഡ്, അപ്പോൾ ദേ ആർ ഇല്ലിറ്ററേറ്റ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ ലിറ്ററസി കൂടി വരും. എന്നാൽ ഈ അടുത്ത് വന്നൊരു റിപ്പോർട്ടാണ്, ഏത് ഏജൻസിയാണെന്ന് ഞാൻ മറന്നുപോയി, ചില സ്റ്റാൻഡേർഡ് വരെ കേരളത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ പെർഫോമൻസ് ഉത്തർപ്രദേശിലുള്ള കുട്ടികൾ കാണിക്കുന്നുണ്ട്. ഏത് റിപ്പോർട്ടാണെന്ന് എങ്കിലും ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഒരു 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 തെറ്റായ പ്രവണത എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഇതൊക്കെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്രയും കാലം ലിറ്ററേറ്റ് ആയിരുന്ന നമ്മുടെ സ്കൂളുകളിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ റിപ്പോർട്ട് ബയാസ്ഡ് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പഠിച്ചിട്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുമെന്നും ലിറ്ററസി റേറ്റിലും സെക്സ് റേഷ്യോയിലൊക്കെ നമ്മുടെ പെർഫോമൻസ് മുകളിലേക്ക് തന്നെ നിൽക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 2011 സെൻസസ് പ്രകാരം ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ 74.04%. 100-ൽ 74 പേരാണ് ലിറ്ററേറ്റ് ആയിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യം 2001 വെച്ച് നോക്കുമ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്തു, ഏകദേശം 10 പോയിന്റ്, 10 കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, 64.83-ൽ നിന്നും 74.04 ആയി. അപ്പോൾ എത്ര പോയിന്റാണ് ഇമ്പ്രൂവ് ചെയ്തേ? അതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. SSCയുടെ ഏത് പരീക്ഷയാണെന്ന് ഞാൻ മറന്നുപോയി. ആ ഒരു ഇൻക്രീസ് ഇൻ പോയിന്റ് ചോദിച്ചിട്ടുണ്ട് 9.21%. 10 ആയിട്ടില്ല, കാരണം ഒന്ന് 64.84 മറ്റൊന്ന് കഷ്ടി 74 ആണല്ലോ, അപ്പോൾ 10 ഇല്ല. ഓക്കെ, 9.21% ആണ് ഇംപ്രൂവ്മെൻ്റ് ഉള്ളത്. ആ നമ്പർ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ ലിറ്ററസി ഇൻക്രീസ് ഫ്രം 75.26 ടു 82.14. മെയിൽ ലിറ്ററസി നല്ലൊരു നമ്പർ ആയിരുന്നു, 75.26 ആയിരുന്നു, അതിപ്പോൾ 82.14 ആയിട്ടുണ്ട്. ഫീമെയിൽ ലിറ്ററസി വെറും 53 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് 65ലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 2011 ഇന്ത്യയുടെ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ആവറേജിനേക്കാളും ഇവിടെ പോയി ഏകദേശം 9% പോയിന്റ് താഴെയാണ്. അതായത് വിദ്യാഭ്യാസം ഇപ്പോഴും ഇന്ത്യയിലെ പല ഭാഗത്തുമുള്ള പെൺകുട്ടികൾക്ക് ഒരു കിട്ടാക്കനിയാണ്. നമ്മൾ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഒക്കെ മോഡേൺ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ, പണ്ഡിത രമാബായിനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിലെ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അന്ന് തൊട്ടേ, ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ടേ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായിട്ട് സ്കൂൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ടും ഇന്നും ഇന്ത്യയിലെ വനിതകൾക്ക് വിദ്യാഭ്യാസം വേണ്ടത്ര രീതിയിൽ ലഭിക്കുന്നില്ല എന്നൊരു ഉദാഹരണമാണത്. ഓക്കെ, നാഷണൽ ആവറേജിൽ പുരുഷന്മാരുടേത് 2011 82.14 ആകുമ്പോൾ സ്ത്രീകളുടേത് വെറും 65.46% മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ഏത് പുതിയ പോളിസി ഫോക്കസ് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ അതിലൊന്ന് വനിതകളുടെ വിദ്യാഭ്യാസം കൂട്ടാനുള്ളതാണ്. വനിതകളുടെ വിദ്യാഭ്യാസം കൂട്ടാനായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കീം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് പറയുക. ഓക്കെ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് പറയുക. ലിറ്ററസി റേറ്റിലേക്ക് വരാം. The gap between male and female literacy rates. 2001 പുരുഷന്മാരുടെ, ഞാൻ പറഞ്ഞല്ലോ, ലിറ്ററസി റേറ്റും സ്ത്രീകളുടെ ലിറ്ററസി റേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. പുരുഷന്മാർക്ക് കൂടുതലും സ്ത്രീകൾക്ക് ഒരുപാട് താഴെയായിരുന്നു, 21.51. എന്നാൽ അത് 2011 ആയപ്പോഴത്തേക്കും 16.68 അതൊരു പോസിറ്റീവായിട്ടുള്ള പ്രവണതയാണ്. ലിറ്ററസി റേറ്റ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു ഗ്യാപ്പ്, അതിലെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ വിദ്യാഭ്യാസം തീരെ കുറഞ്ഞു കഴിഞ്ഞാലും ആ ഡിസ്പാരിറ്റി കുറയും. അങ്ങനെ കുറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പുരുഷ വിരോധികളല്ലല്ലോ. പുരുഷന്മാരുടെ വിദ്യാഭ്യാസം കൂടി തന്നെ ഇരിക്കണം.
അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് സ്ത്രീകളുടെ വിദ്യാഭ്യാസം വരുമ്പോഴേ ആ ജെൻഡർ ഡിസ്പാരിറ്റി കുറഞ്ഞു വരികയുള്ളൂ. ക്ലിയർ? ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ, സമ്പൂർണ്ണ സാക്ഷരത ബന്ദർ കവച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാട് ഏതാണ്? കേരളം. പിന്നെ നോർത്ത് ഈസ്റ്റിലെ മിസോറാം, ത്രിപുര. ഇതാണ് 2011 ഏറ്റവും ലിറ്ററസി കൂടിയ 3 സംസ്ഥാനങ്ങൾ. ഓക്കെ, ലിറ്ററസി ഏറ്റവും കുറഞ്ഞാലാണ് പോപ്പുലേഷൻ ഏറ്റവും കൂടിയ, ഡെൻസിറ്റി ഏറ്റവും കൂടിയ, വലിപ്പം കുറഞ്ഞ ബീഹാർ, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ. ഓക്കെ, ബീഹാർ, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ. അരുണാചൽ പ്രദേശിൽ ലിറ്ററസി പറയാൻ കാരണം അവിടുത്തെ ജോഗ്രഫിക്ക് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് സ്കൂളുകളൊക്കെ പണിയുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ല, പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ പണിതാൽ അങ്ങോട്ടേക്ക് കുട്ടികളെല്ലാം വരിക എന്നുള്ളത്, അങ്ങനെ ഫോർമൽ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ എഡ്യൂക്കേഷനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, ഇഫ് യു ക്യാൻ ബിൽഡ് ദ ഫെസിലിറ്റീസ്, അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, അതുവഴി ലിറ്ററസി കൂട്ടാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു പോളിസിയെ ഭാഗത്ത് കൊണ്ടുവരാൻ. യെസ്, ബെസ്റ്റ് പെർഫോമിംഗ് സംസ്ഥാനങ്ങൾ ആരൊക്കെയാണ്? അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. 94% ലിറ്ററസി ആണുള്ളത്. നമ്മുടെ തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന ലക്ഷദ്വീപിനും സ്വാഭാവികമായിട്ടും ലിറ്ററസി കൂടുതലായിരിക്കും അല്ലേ? കേരളം കഴിഞ്ഞാൽ ലക്ഷദ്വീപ്. അപ്പോൾ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം കേരളം. ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന ലക്ഷദ്വീപ്. പിന്നെയാണ് മിസോറാം, പിന്നെയാണ് ഗോവ, പിന്നെയാണ് ത്രിപുര വരുന്നത്. അപ്പോൾ കേരളമാണോ മിസോറാമാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ചെക്ക് ദ ഓപ്ഷൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി ആസ് പെർ 2011 സെൻസസ് എന്ന് പറയുമ്പോൾ ABCD ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ കേരളവും മിസോറാം ഉണ്ടെങ്കിൽ ഗോ ഫോർ കേരളം. മിക്കവാറും കേരളവും മിസോറാമും തരില്ല. മനസ്സിലാക്കുക, കേരളമാണ് ഓപ്ഷൻ ഉള്ളതെങ്കിൽ കേരളം തന്നെയാണ് ഉത്തരം. കേരളം ഇല്ലാത്ത ഓപ്ഷനിൽ മിസോറാം ഉണ്ടാകും, അപ്പോഴാണ് മിസോറാം ഉത്തരമായിട്ട് വരുന്നത്. അല്ലാതെ മിസോറാമിനേക്കാൾ, കേരളത്തെക്കാൾ കൂടുതൽ മിസോറാമിന് കൂടുതലായിട്ടല്ല. ആ ഓപ്ഷൻസിൽ കേരളം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. കേരളം തന്നെയാണ് 2011 സെൻസസ് പ്രകാരം ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം. ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. താഴത്തേക്ക് വരാം. പുവർ പെർഫോമൻസ് ഏറ്റവും കുറഞ്ഞവർ ബീഹാർ, 61.8% ലിറ്ററസി മാത്രമാണുള്ളത്. പിന്നെ അരുണാചൽ പ്രദേശ് നമ്മൾ പറഞ്ഞു. ശേഷം രാജസ്ഥാൻ, ബീഹാറിൽ നിന്നുണ്ടായ ജാർഖണ്ഡ്. ഞെട്ടിക്കുന്നൊരു വസ്തുത, ആന്ധ്രാപ്രദേശാണ്. പല കാരണങ്ങളാൽ ഏറ്റവും മോശം ലിറ്ററസി റേറ്റ് ഉള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. ലോവസ്റ്റ് എമംഗ് സൗത്ത് ഇന്ത്യ. ഞാൻ കൃത്യമായിട്ടുള്ള നമ്പർ പറഞ്ഞു, 66 സംതിങ് ആണ് നമ്മുടെ ഓർമ്മ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പുവർ ആയിട്ടുള്ള ലിറ്ററസി റേറ്റ് ഉള്ളത് ആർക്കാണ്? ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ടായ തെലങ്കാനയ്ക്ക് ലിറ്ററസി റേറ്റ് ഈവൻ ബെറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള, ലിറ്ററസി റേറ്റ് ഏറ്റവും മോശമുള്ള യൂണിയൻ ടെറിട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദ്ര നഗർ ഹവേലിയാണ്. നമുക്കറിയാം, നമ്മുടെ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 74.04% ആണ്. ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള ദാദ്ര നഗർ ഹവേലിയിൽ വരെ 77.24 ഉണ്ട്. അപ്പോൾ അതത്ര മോശമല്ല. എന്നാലും യൂണിയൻ ടെറിട്ടറീസിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് ദാദ്ര നഗർ ഹവേലിയാണ്. സ്റ്റേറ്റ്സിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് ബീഹാറാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ ലിറ്ററസി റേറ്റ്സിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്, കമ്പയർ ചെയ്യാനുള്ള ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഡാർക്ക് കളറിൽ കാണുന്നതെല്ലാം ലിറ്ററസി റേറ്റ് കൂടിയവരാണ്, പതുക്കെ പതുക്കെ കുറഞ്ഞു പോകുന്നു. സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറവ് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ക്ലിയർ? യെസ്. ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്രൈറ്റീരിയ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് നമ്മൾ പൊളിറ്റി ക്ലാസ്സിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 341, 342 അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. NCSC, NCST ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ആകെ മൊത്തം ജനസംഖ്യയുടെ 16.6% ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. ഇന്ത്യയുടെ ആകെ മൊത്തം ജനസംഖ്യ എത്രയാണോ, അതൊന്ന് 1.21 ബില്യൺ ആയിരുന്നു. അതിൻ്റെ 16.6% ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. ഇമ്പോർട്ടൻറ്റ് POQ. ഞാനൊരു ഹോംവർക്ക് തരാം. ഇൻ അബ്സല്യൂട്ട് നമ്പേഴ്സ് ഇത് എത്രയാണെന്ന് പറയുക. ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ക്രോർസിൽ എത്രയാണ്, എത്ര കോടിയാണ്? കമൻ്റായിട്ട് താഴെ കാണാൻ സാധിക്കണം. ഓക്കെ, അടുത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്. ഓൾമോസ്റ്റ് പകുതി എന്ന് വിചാരിച്ചാൽ മതി.
ഇന്ത്യയിലെ ആകെ മൊത്തം ജനസംഖ്യയുടെ 8.6% ഇന്ത്യയുടെ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ. മനസ്സിലാക്കുക, ആർട്ടിക്കിൾ 342 ഷെഡ്യൂൾഡ് ട്രൈബിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 342 പ്രകാരം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട 730-ലധികം ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്. ഒരു POQ 705 എന്നാണ് കാണുന്നത്. ഇത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIBയിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ് ആണ്. 730-ലധികം ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്. അതിൽ തന്നെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, PVTGs. ഞാൻ കഴിഞ്ഞ മാരത്തോണിൽ പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ എത്ര PVTGs ഉണ്ട്? അത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ എത്ര PVTGs ഉണ്ട്? അത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് രണ്ടും നിങ്ങൾ കമന്റ് ആയിട്ട് പറയണം. ഓക്കെ, മനസ്സിലാക്കുക, ഇന്ത്യൻ ജനസംഖ്യയുടെ 16.6% ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ആണ്. ഓൾമോസ്റ്റ് അതിന്റെ ഹാഫ് 8.6% ആണ് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ. യെസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ഉള്ളതും ഉത്തർപ്രദേശിലാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആസ് എ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ അല്ല ചോദിക്കുന്നത്. ആകെ മൊത്തം ജനസംഖ്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ആകെ മൊത്തം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ളത് എവിടെയാണ്? അത് പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിന്റെ ആകെ മൊത്തം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ആണ്. ഓക്കെ, എന്നാൽ ടോട്ടൽ ഇൻ അബ്സല്യൂട്ട് നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഉത്തർപ്രദേശ്. 2, യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് SC പോപ്പുലേഷൻ. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ SC പോപ്പുലേഷൻ ഉള്ളത്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? നമ്മൾ പറഞ്ഞു ഡൽഹി. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി, കാണാതെ പഠിക്കണ്ട. ഇനി നമുക്ക് ലോവസ്റ്റ് പഠിക്കാം. ലോവസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റിലാണ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ഇവിടെയൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 0% ആണ്. ഇവിടെയൊക്കെ റെക്കഗ്നൈസ്ഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഇല്ല. അതുകൊണ്ട് ലോവസ്റ്റ് ആയിട്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെയൊക്കെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ പോപ്പുലേഷൻ ആണ് കൂടുതൽ. ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 0 ആണ്. ഓക്കെ, ഇനി ST പോപ്പുലേഷനിലേക്ക് വരാം. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ST പോപ്പുലേഷൻ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. മധ്യഭാഗത്ത് കിടക്കുന്ന മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി അത് പലർക്കും അറിയില്ല. അത് നമ്മുടെ ലക്ഷദ്വീപാണ്. നമ്മുടെ ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബുകൾ ഒരു യൂണിയൻ ടെറിട്ടറിയിലുള്ളത്. ഓക്കെ, ഹയസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേറ്റഡ് യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ്. ക്ലിയർ? ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലാണല്ലോ അവിടെ. അടുത്തത് ലോവസ്റ്റിലേക്ക് വരാം. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് യൂണിയൻ ST പോപ്പുലേഷൻ: പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ചണ്ഡീഗഡ്. അപ്പോൾ ഡൽഹിയും ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറിയാണ്. പഞ്ചാബ്, ഹരിയാന എന്ന് പറയുന്നത് സ്റ്റേറ്റുകളാണ്. മനസ്സിലാക്കുക, ഇവിടുത്തെ ST പോപ്പുലേഷൻ ഏകദേശം 0% ആണ്. അവിടെ SC പോപ്പുലേഷൻ നല്ല കൂടുതലും ST പോപ്പുലേഷൻ മിനിമലുമാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഈ സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ഇവിടെ ST പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി കൂടുതലും SC പോപ്പുലേഷൻ നിയർലി 0%. അപ്പോൾ ആ ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ 0% SC ST പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. അതിൻ്റെ മാപ്പ് ഞാനിവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഡാർക്ക് ബ്ലൂ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഒരു പറയുന്നുണ്ട് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ, നോട്ട് ഇൻ അബ്സല്യൂട്ട് നമ്പേഴ്സ്. അബ്സല്യൂട്ട് നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? SC ഉത്തർപ്രദേശ്. ST ആണെങ്കിൽ അത് മധ്യപ്രദേശ്. എന്നാൽ പെർസെൻറ്റേജിൽ ഏറ്റവും കൂടുതൽ, ആകെ മൊത്തം പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ SC ഉള്ളത് പഞ്ചാബാണ് ഈ കിടക്കുന്നത്. നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളല്ല, ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ കാണാൻ കഴിയും. യൂണിയൻ ടെറിട്ടറിയിൽ വരുമ്പോഴത്തേക്കും ലക്ഷദ്വീപിനെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സെൻസസിൽ പറയാനുള്ളത്. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ വീഡിയോയുടെ ലെങ്ത് കൂടി എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കംപ്ലീറ്റ്ലി കവേർഡ് ആകും. ഇതിനപ്പുറത്തേക്ക് സെൻസസ് നിങ്ങൾ നോക്കണ്ട. ഈ 2 വീഡിയോസ് കണ്ടിട്ട് നിങ്ങളിതാ 5, 10, 15, 25 ചോദ്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഈ 25 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ വീഡിയോയിലുണ്ട്. ഈ 25 ചോദ്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ 25 ചോദ്യങ്ങളിൽ നിന്നുമാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വൃത്തിക്ക് വിനിയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലപോലെ ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പഠിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഠിക്കണം,
CGL പരീക്ഷ വരാൻ പോവുകയാണ്, മാരത്തൺ വരുന്നുണ്ട്. സമയം പോലെ എല്ലാ ദിവസത്തെ മാരത്തോണിലും പങ്കെടുക്കുക, ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പം നല്ലപോലെ പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.